നമസ്കാരം. നമസ്തേ. ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രൊജക്ട് കുഷ സക്സസ്ഫുള്ളായി നടന്നു എന്നുള്ള തരത്തിലെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇന്ത്യക്ക് ഓൾറെഡി S-400 എന്ന് പറഞ്ഞ റഷ്യൻ മിസൈൽ സിസ്റ്റം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പം അതുതന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നന്നായി അറിയപ്പെടുന്ന S-400 എന്ന സിസ്റ്റം ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രൊജക്ട് കുഷ എന്നുള്ളത്. ഇപ്പം അതിന് പലതരത്തിലുള്ള മറുപടികൾ. ഒന്ന്, ഇതൊരു സ്വദേശി ഇന്ത്യ സ്വയം ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഓൾറെഡി S-400 പോലുള്ള 400ഓളം കിലോമീറ്റർ ദൂരപരിധി വരുന്ന എല്ലാത്തിനെയും ഇൻക്ലൂഡ് ആവുന്ന ഒരു മിസൈൽ സിസ്റ്റം ഉണ്ടാകുമ്പോൾ പിന്നീട് എന്തിനാണ് ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് കുഷ എന്ന് പറഞ്ഞ സാധനമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുമ്പോട്ട് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രോജക്റ്റ് കുഷ. പ്രോജക്റ്റ് കുഷ എന്നത് നമ്മൾ ഇപ്പോൾ നിലവിൽ നിർമ്മിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും ഒക്കെ പദ്ധതിയിടുന്ന സുദർശൻ ചക്ര എയർ ഡിഫൻസ് എന്ന വ്യോമ പ്രതിരോധത്തിന്റെ ഭാഗമാണ് പ്രോജക്റ്റ് കുഷ. പ്രോജക്റ്റ് കുഷ ഏതാണ്ട് 21,000 കോടി രൂപ ചെലവഴിച്ച് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് അത് സ്ഥാപിക്കുന്നതാണ്. ഇപ്പോ ആദ്യം തന്നെ എന്നോട് ഫൗസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് S-400 പോലെയുള്ള അത്യന്താധുനികമായ ഒരു വ്യോമ പ്രതിരോധം അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം നമുക്കുള്ളപ്പോൾ നമ്മൾ ഇത്രയധികം വലിയ തുക മുടക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസൈൽ പ്രതിരോധം നിർമ്മിക്കുന്നത് എന്ന ചോദ്യത്തിന്, ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോ ശരിക്കും S-400-നേക്കാൾ പകുതി ചെലവ് മാത്രമാണ് ഇതിന് വരുന്നത്. അതായത് ഒരു ബാറ്ററി എന്ന് പറയും, ഒരു യൂണിറ്റ്, ഇൻഡിപെൻഡന്റ് യൂണിറ്റ്. ആ ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് S-400 നമ്മൾ വാങ്ങിക്കണമെങ്കിൽ അതിന് ഏതാണ്ട് 1.25 ബില്യൺ, അതായത് ഏതാണ്ട് ഒരു 13,000 കോടി രൂപയോളം ചെലവാകും. ആ സ്ഥാനത്ത് അതിന്റെ പകുതി മതി. ഇതിനൊരു 6,000 കോടി രൂപ മാത്രമേ ചെലവാകുകയുള്ളൂ ഒരു യൂണിറ്റിന്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ എല്ലാ ഘടകങ്ങളും, ഈ മിസൈലിന്റെ എല്ലാ ഘടകങ്ങളും ഇന്ത്യയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യൻ കമ്പനികൾ തന്നെ നിർമ്മിക്കുന്നതാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്ന ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ്, ബെല്ല്, അവരൊക്കെ വാങ്ങിക്കുന്നു. അപ്പോ ഒരു തരത്തിലുമുള്ള ഒരു വിദേശ ഉപരോധം ഇങ്ങനെ ഒരു സംവിധാനത്തെ ബാധിക്കില്ല. കാരണം ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന, ടെക്നോളജി ഇന്ത്യയുടെയാണ്, പാർട്സ് ഇന്ത്യനാണ്, നിർമ്മിക്കുന്ന കമ്പനികളും ഇന്ത്യനാണ്. എന്താണ് ഇപ്പൊ ഇതിന്റെ പ്രസക്തി? ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രോജക്റ്റ് കുഷയുടെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളും പ്രോജക്റ്റ് കുഷ എന്ന മൊത്തം സംവിധാനവും ഈ കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലോഞ്ച് ചെയ്ത് വിക്ഷേപിച്ചത് ഒറീസയുടെ തീരത്തു നിന്നും 5 കിലോമീറ്റർ അപ്പുറമുള്ള APJ അബ്ദുൽ കലാം ഐലൻഡ് ദ്വീപിൽ നിന്നാണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ ഇപ്പോൾ കൂടുതലും അവിടെ നിന്നാണ് നടത്തുന്നത്. അവിടെയും ബലാസോർ എന്ന ഒഡീഷയിലെ തീരജില്ലയായ ബലാസോർ, ഈ 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ മിക്ക പരീക്ഷണങ്ങൾ നടത്തുന്നത്. ദീർഘദൂര മിസൈലുകൾ പലതും ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്, അതിന് പണ്ടത്തെ പേര് വീലർ ഐലൻഡ് എന്നാണ്, ആ ദ്വീപിൽ നിന്നാണ് ഇപ്പോൾ വിക്ഷേപിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്കായിട്ട് ആ ദ്വീപിന്റെ പേര് മാറ്റിയതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് S-400-ന് പൂർണ്ണമായിട്ടും സമാനമായിട്ടുള്ള മിസൈലാണ്, മിസൈൽ പ്രതിരോധം. എന്ന് വെച്ചിട്ട് S-400 നമ്മൾ വേണ്ടെന്ന് വെക്കുന്നില്ല. S-400 തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ അതിന്റെ ബാറ്ററികൾ, കൂടുതൽ യൂണിറ്റുകൾ റഷ്യയിൽ നിന്നും ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന, അതിന് കൂടെ സഹായകരമാകുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ പ്രോജക്റ്റ് കുഷ, ഈ കുഷ എന്നത്. ഇതിനു പുറമെ ഇന്ത്യക്ക് ബറാക്ക് 8 എന്ന മറ്റൊരു ഒരു മധ്യദൂര മിസൈൽ പ്രതിരോധ സംവിധാനവും അതുപോലെ ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനവുമുണ്ട്. അപ്പോ നമ്മളിവിടെ ഒരു ലെയേർഡ്
മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ലെയേർഡ് വ്യോമ പ്രതിരോധ സംവിധാനം. അതായത് ഇതിന്റെ ആദ്യത്തെ ഏറ്റവും ദീർഘദൂര പ്രതിരോധമായിട്ടായിരിക്കും ഈ S-400 കുഷയും വരുന്നത്. അതിന്റെ പരിധി ഏതാണ്ട് 400 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ശത്രുവിന്റെ മിസൈലുകളെയും ശത്രുവിന്റെ വിമാനങ്ങളെയും ശത്രുവിന്റെ ഡ്രോണുകളെയും ഒക്കെ 400 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ ആക്രമിച്ച് തകർക്കുക എന്നതാണ് ഈ ഒരു കുഷയുടെ അല്ലെങ്കിൽ S-400 ദൗത്യം. അതിനെ മറികടന്ന്, അതായത് കുഷയെയും S-400 മറികടന്ന് ഒരു മിസൈൽ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാം നിരയിലുള്ള ബരാക്ക് 8 പ്രതിരോധ സംവിധാനം പെട്ടെന്ന് അലർട്ടാവുകയും അത് ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇനി ബരാക്ക് 8 പ്രതിരോധിച്ച് ഉള്ളിലേക്ക് കയറിയാൽ ആകാശ് എന്ന നമ്മുടെ ഹ്രസ്വദൂര മിസൈൽ പ്രതിരോധ സംവിധാനം അവിടെ അലർട്ടാവും. അതായത് ഈ പല തട്ടുകളായിട്ട് കിടക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു തട്ടിനെ അതിജീവിച്ചാലൊന്നും ഒരു മിസൈലിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. ഈ ആകാശിനെ പോലും അതിജീവിച്ചാൽ വെരി ഷോർട്ട് മിസൈൽ ഡിഫൻസ് ഉണ്ട്. അതായത് ഒരു 5 കിലോമീറ്റർ 30 കിലോമീറ്റർ തൊട്ട് 5 കിലോമീറ്റർ തൊട്ട് 30 കിലോമീറ്റർ വരെ പരിധിയിലെത്തുന്ന ഡ്രോണുകളെ ആണെങ്കിലും മിസൈലുകളെ ആണെങ്കിലും ഈ സംവിധാനം പെട്ടെന്ന് അലർട്ടായിട്ട് അത് പ്രതിരോധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ തട്ടുകളായിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം അതാണ് ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂറിൽ രക്ഷിച്ചത്. ഇസ്രായേൽ പിന്തുടരുന്നത് ആ തട്ടുകളായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ പരിമിതിയായിട്ട് യുക്രൈൻ യുദ്ധത്തിൽ വന്നത് ഈ തട്ടുകളായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം അവര് വിഭാവനം ചെയ്തിട്ടില്ലായിരുന്നു. അവർ ഒറ്റ സംവിധാനത്തിൽ S-400 S-500 ആണ് മുഖ്യമായിട്ടും. അമേരിക്കയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഈ ഒരു യുദ്ധതന്ത്രം ഇസ്രായേലിൽ നിന്ന് കടംകൊണ്ടതാണ്. അമേരിക്കയ്ക്ക് പോലും സാധാരണഗതിയിൽ 2 തരത്തിലുള്ള താഡും പേട്രിയോട്ടുമാണ്. ഒന്ന് ഡ്രോണുകളെയും എയർക്രാഫ്റ്റുകളെയും പിന്നെ ക്രൂയിസ് മിസൈലുകളെയും പ്രതിരോധിക്കാനും മറ്റൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുമുള്ള അങ്ങനെ 2 സംവിധാനമായിട്ടാണ്. പക്ഷെ ഈ തട്ടുകളായിട്ടുള്ള സംവിധാനം ഒരുമാതിരി പഴുതടച്ചുള്ള ഒരു സംവിധാനമാണ്. എന്നാലും ചിലതൊക്കെ ഈ സംവിധാനത്തെ പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്, അതിനെ വെട്ടിച്ച് അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നാശനഷ്ടങ്ങൾ ഒരു യുദ്ധത്തിൽ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഇവിടെ പ്രോജക്റ്റ് കുഷയുടെ ഭാഗമായിട്ട് അതിൽ തന്നെ 3 തരം മിസൈൽ ഉണ്ടാവും. അതിലെ M3 എന്ന മിസൈല് 350 തൊട്ട് 400 കിലോമീറ്റർ അകലെ വെച്ച് ശത്രു വിമാനങ്ങളെയും ശത്രു മിസൈലുകളെയും ഒക്കെ തകർക്കും. അടുത്തത് M2 എന്ന മറ്റൊരു മിസൈലാണ്. അത് ബറാക്കിന്റെ അതേ പ്രയോജനം ചെയ്യും. 250 കിലോമീറ്റർ പരിധിയാണ്. ആ 250 കിലോമീറ്റർ പരിധിയിലെത്തുന്ന ശത്രുവിന്റെ മിസൈൽ ആകട്ടെ, ഡ്രോൺ ആകട്ടെ, അതുപോലെ വിമാനമാകട്ടെ, അതിനെയൊക്കെ തകർക്കാൻ പറ്റും. പിന്നെ 120 തൊട്ട് 150 കിലോമീറ്റർ റേഞ്ചുള്ള മറ്റേ M1 എന്ന് പറയുന്ന മറ്റൊരു ഇന്റർസെപ്റ്റർ മിസൈലും കൂടിയുണ്ട്. അങ്ങനെ 3 തരം ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഒരു ബാറ്ററിയിലുള്ളത്. ഇത്തരം ഇന്നലെ നടന്ന പരീക്ഷണത്തിൽ ഈ മിസൈലുകളുടെ വിക്ഷേപണം മാത്രമല്ല നോക്കിയത്, ഈ മിസൈലുകൾ എങ്ങനെ ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഈ പ്രോജക്റ്റ് കുഷയുടെ ഭാഗമായിട്ടുള്ള മിസൈലുകൾ എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്? അവിടെ ഈ ഓരോ യൂണിറ്റിലും റഡാർ ഉണ്ടാവും. ആ റഡാറുകൾ ദൂരെ നിന്ന് വരുന്ന മിസൈലുകളെ കാണുകയും അതിനെക്കുറിച്ച് അതിന്റെ ഡിസ്റ്റൻസും അതിന്റെ സ്പീഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഈ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് ഇത് ഫീഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സിസ്റ്റമാണ് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്. അതായത് വെറും മിസൈൽ ലോഞ്ചിങ് മാത്രമല്ല എന്നർത്ഥം. ആകാശത്തൂടെയുള്ള ഒരു ഹൈസ്പീഡ് മാനുവറബിൾ ടാർഗറ്റിനെ തന്നെയാണ് ഇന്നലെ ഈ മിസൈല് പ്രതിരോധിച്ചത്. അതായത് വെടിവെച്ച് തകർത്ത് കളഞ്ഞു. അപ്പോ പല അർത്ഥത്തിലും ഇന്നലത്തെ പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നു എന്നാണ്. എൻ്റെ സിസ്റ്റം വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷണമായിരുന്നു ഇത്. 2022 ഈ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന് 23 ഇതിന്റെ പ്രവർത്തനം തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ റഡാറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഇന്റഗ്രേഷനും ഒക്കെ തുടങ്ങിയത് 23 അപ്പൊ യഥാർത്ഥ പരീക്ഷണങ്ങൾ തുടങ്ങിയത് 23 ഇപ്പൊ നടന്നത് ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന റിയൽ പരീക്ഷണമാണ്.
മിസൈലുകൾ ശരിക്കും തന്നെ വിക്ഷേപിച്ചിട്ട് ശത്രുവിന് ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കുന്ന ഒരു പരീക്ഷണമാണ്. വരുന്ന ദിവസങ്ങളിൽ ഇത്തരം നിരവധി പരീക്ഷണങ്ങൾ ഓപ്പറേഷണൽ ട്രയലിന്റെ ഭാഗമായിട്ട് DRDO തന്നെ നടത്തും. അതിനുശേഷം ഈ മിസൈല് ഇന്ത്യൻ വ്യോമസേനയ്ക്കും കൈമാറും. എന്നിട്ട് പിന്നെ ഓപ്പറേഷണൽ ട്രയൽ എന്ന് പറഞ്ഞിട്ട് വ്യോമസേന നടത്തും. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇത് ഓപ്പറേഷണലൈസ് ചെയ്തതായിട്ട്, അതായത് സൈന്യത്തിൽ പൂർണ്ണമായിട്ട് പ്രവർത്തന നിരതമാവുന്നത്. അങ്ങനെ 2022 തൊട്ട് 30 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും വിന്യസിക്കുകയും പ്രവർത്തന നിരതമാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു മിസൈൽ നമ്മുടെ നിരവധി തട്ടുകളായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ മിസൈൽ പ്രതിരോധ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. ഇതോടൊപ്പം തന്നെ ഇപ്പോ ആദ്യം പറഞ്ഞ ആകാശ് സിസ്റ്റത്തിൽ മിസൈലുകൾക്ക് പകരം ലേസറാക്കി മാറ്റുകയാണ്. അതായത് ഏറ്റവും അടുത്തുള്ള ഒരു ഇപ്പോ ഇന്ത്യക്ക് ഏതാണ്ട് 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ശത്രു വിമാനത്തെ ആകട്ടെ, ഹെലികോപ്റ്റർ ആകട്ടെ, ഡ്രോൺ ആകട്ടെ, അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ലേസറുകളും തയ്യാറായിട്ടുണ്ട്. 50 കിലോ വാട്ടിന്റെ വരെ ശക്തിയുള്ള ലേസറുകൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ലക്ഷ്യം 500 കിലോ വാട്ട് ശക്തിയുള്ള, ആദ്യം 50-ൽ നിന്ന് 200 കിലോ വാട്ട് ലേസർ ആയിരിക്കും അടുത്തത് പരീക്ഷിക്കുന്നത്. പിന്നെ 500 കിലോ വാട്ട്. ഏതാണ്ട് 100 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് തന്നെ ശത്രുവിന്റെ വിമാനത്തെ ആകട്ടെ, മിസൈലിനെ ആകട്ടെ, ഡ്രോണിനെ ആകട്ടെ ഒക്കെ തകർക്കാൻ കഴിയുന്ന ലേസറുകൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഉള്ള ഈ 3 തരത്തിൽ ഈ ലെയേർഡ് ഡിഫൻസുകളും പ്ലസ് ലേസർ സിസ്റ്റവും അതുപോലെ കൂടുതൽ ശക്തമായ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, റഡാറുകൾ, സെൻസർ ഒരു തരം സെൻസറാണ് റഡാർ. അപ്പൊ അത്തരം സെൻസറുകൾ ഘടിപ്പിച്ച ഉപഗ്രഹങ്ങള്, അതുപോലെ കടലിൽ വിന്യസിക്കാൻ പോകുന്ന സെൻസറുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ സിസ്റ്റം വരും ദിവസങ്ങളിൽ പ്രവർത്തന സജ്ജമാകും. അപ്പോ അതെല്ലാം കൂടി ഉൾപ്പെടുന്ന സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം 2032 തൊട്ട് 35 വരെയുള്ള കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് സജ്ജമാവുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇത് ഇത്രയും സമ്പൂർണമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം, അത് ചില രാജ്യങ്ങളൊക്കെ ഇത് ആശങ്കയോടെയാണ് കാണുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഇത് ദക്ഷിണേഷ്യയിലെ മുഴുവൻ ശാക്തിക സമതുലിതാവസ്ഥയിൽ അട്ടിമറിക്കുമെന്ന്. ചൈന പറയുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഇന്ത്യക്ക് ചൈനയെ ആക്രമിക്കണം എന്ന സാഹസ ബുദ്ധിയൊക്കെ തോന്നാനിടയുണ്ട്. അത് കാരണം ഇത് ചെറുക്കേണ്ടതാണ് എന്നൊക്കെയാണ് ചൈന പറയുന്നത്. എന്തായാലും ശരി, ഇന്ത്യയെ ഒരു കാര്യമായ ഒരു ശക്തിയായിട്ട് തന്നെ ഇപ്പോ എല്ലാ രാജ്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രോജക്ട് കുഷയാകട്ടെ, സുദർശൻ ചക്രയാവട്ടെ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.